ഒക്ടോബർ 3 വ്യാഴാഴ്ചയാണ് നവരാത്രി ആരംഭം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഞാൻ കേട്ടോ. കസേരകളൊക്കെ മാറ്റി നമ്മൾ പൂജാമുറിയിൽ ദേവി എല്ലാം കൂടെ വെച്ച് നമുക്ക് അലങ്കരിച്ച് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂജാമുറിയുടെ മുമ്പിലത്തെ റൂമിലാണ് എല്ലാം ഒതുക്കി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അവന്മാരില്ലാത്തപ്പോഴാണ്, രാത്രിയിലാണ് ഞാൻ ഈ കസേരകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, ഒരു 2-3 കസേരകളൊക്കെ മാറ്റി, ടീപ്പോയും മാറ്റി, പിന്നെ നമ്മുടെ സോഫ സെറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ തള്ളി മാറ്റിയിട്ടാണ് ഞാൻ സാധാരണ ഈ കസേരകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു താഴെ മുമ്പിലത്തെ പൂമുഖം കയറി വരുമ്പോൾ മുമ്പിലത്തെ മുറി തന്നെ ഒരു ചെറിയൊരു താഴ്ച പോലെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ റൂമിന്. അപ്പോൾ അങ്ങനെ കെട്ടിയതാണ് കേട്ടോ നമ്മൾ പണ്ട്. നടുക്ക് വലിയൊരു ഉരുളിയൊക്കെ വെച്ച് അതിനകത്ത് താമരയൊക്കെ ഇടണമെന്നും പറഞ്ഞാണ് നമ്മൾ ഇച്ചിരി താഴ്ചയുള്ള റൂം പണിഞ്ഞത്, കയറി വരുമ്പോൾ തന്നെ ഉള്ള. പക്ഷേ പിന്നീട് അത് വേണ്ടാന്ന് വെച്ച്, പിന്നെ എല്ലാ വർഷവും ഒരുക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം ദേവിയെ ഒരുക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ ദേവിയുടെ സെറ്റുകളൊക്കെ ഉണ്ട്, മാലകളുണ്ട്, പിന്നെ വളകളുണ്ട്, പിന്നെ ഒത്തിരി ഐറ്റങ്ങളുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോയാലും ദേവിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാറ് പതിവുണ്ട്. അതുപോലെ തന്നെ ബൊമ്മക്കൊല്ലും ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. പക്ഷേ ഞാൻ ഒരു സെറ്റോടെ ബാഗിനകത്താണ്, കവറിനകത്താണ് ഒരു സെറ്റോടെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ അത് എവിടെയോ കാണുന്നില്ല. ഞാൻ തിരക്കി ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമാണ്, ചന്ദന കളറിൻ്റെ ആണ് എല്ലാം ഉള്ളത്. പക്ഷേ 5-6 മാത്രമേ ഇപ്പോൾ പൂജാമുറിയിലുള്ളൂ. അന്ന് വെച്ചതാണ് പൂജാമുറിയിൽ, ബാക്കിയെല്ലാം ഞാൻ ഒരു കവറിനകത്ത് എടുത്ത് വെച്ചാണ്. എവിടെയോ ഇരിപ്പുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാലഹസ്തി പോയപ്പോഴത്തേക്ക് കുറച്ച് വാങ്ങിച്ചായിരുന്നു, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. എങ്കിലും ഞാൻ 5-6 വാങ്ങിച്ചു. അതൊക്കെ കൊണ്ട് നമുക്ക് അലങ്കരിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇതാണ് സാരി. ഈ പീഠത്തിലാണ് നമ്മൾ ഇത് വെറുതെ കസേരയാണ് കേട്ടോ. ഇത് ഊഞ്ഞാലിൻ്റെ കസേരയാണ്. അപ്പോൾ അതിനകത്ത് തുണിയൊക്കെ വെച്ച് അലങ്കരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കലശമൊക്കെ ഉണ്ട്, വലിയ കലശവും ചെറിയ കലശമൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ ദേവിയെ വെച്ച് സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ലതുപോലെ അലങ്കരിക്കുന്നത്. അപ്പോൾ എല്ലാ സുമംഗലികൾക്കും ഈ ദേവിയെ ഇതുപോലെ തന്നെ നവരാത്രി ദിവസങ്ങളിൽ ഇതേപോലെ അലങ്കരിച്ച് 2 നേരം, രാവിലെയും വൈകിട്ടും സന്ധ്യാസമയത്ത് നമ്മൾ തിരി കൊളുത്തി നാമമൊക്കെ ജപിച്ച് അല്ലെങ്കിൽ ഭജനയൊക്കെ ചൊല്ലി അതിനൊരു പ്രസാദമൊക്കെ വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ലതാണ്. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും, മക്കൾക്കും ഭർത്താവിനും മറ്റു അംഗങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നവരാത്രി ആഘോഷിക്കണം ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ആകുന്ന രീതിയിലൊക്കെ ഈ വീടും ദേവിയെ ഇങ്ങനെ അലങ്കരിച്ച് തന്നെ വെക്കാൻ നോക്കണം. അതായത് ദേവി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നല്ല അലങ്കാരത്തോടും സൗഭാഗ്യങ്ങളോടും നമ്മളിരിക്കുന്നെന്ന് കാണണം. അത് കണ്ട് ദേവിക്ക് സന്തോഷം വരുമെന്നും, അതുകൊണ്ടാണ് നമ്മൾ പട്ടുസാരിയൊക്കെ കൊടുത്ത് ഈ ചടങ്ങിലൊക്കെ, ഈ പൂജകളൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ പട്ടുസാരിയൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് ഒത്തിരി മാലയൊക്കെ ഇട്ട് നല്ല സുമംഗലികളെ പോലെ ഒരുങ്ങി ഇരിക്കുന്നത് ദേവിക്ക് അത് കാണുമ്പോൾ സന്തോഷമാകും. അപ്പോൾ നമുക്ക് പിന്നെ സൗഭാഗ്യങ്ങൾ തരും എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ, സുമംഗലികൾ, എല്ലാ പൂജകൾക്കും ഇങ്ങനെ പട്ടുസാരിയൊക്കെ ചുറ്റി പൂവൊക്കെ വെച്ച് ഇങ്ങനെ നല്ലതുപോലെ ഒരുങ്ങി തന്നെയാണ് വരുന്നതും. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ശ്രേയപാത്രം എന്നും പറഞ്ഞ ഒരു ചടങ്ങുണ്ട് കേട്ടോ. നവരാത്രി ആരംഭത്തിലാണ് ശ്രേയപാത്രം നിറയ്ക്കുന്നത്. അതായത് അതിന് ശ്രേയപാത്രം ഉണ്ട്, അത് പച്ചരിയൊക്കെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ സുമംഗലികളാണ് അത് ചെയ്യുന്നത്. അത് നവരാത്രി, അതായത് ഒക്ടോബർ 3 രാവിലെ 9:15-നും 10:15-നും ഇടയ്ക്കുള്ള സമയത്താണ് നിറയ്ക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറിയൊരു വീഡിയോ ഇടുന്നതാണ്. പിന്നെ നവധാന്യങ്ങൾ, ഈ നവരാത്രി ദിവസം നമ്മൾ ദേവിയെ അലങ്കരിച്ച് അതിൻ്റെ തൊട്ട് മുമ്പിൽ നവധാന്യങ്ങളുണ്ട്, അതും വെച്ചിട്ട് നമ്മൾ പൂജിക്കണം. ഈ നവധാന്യങ്ങൾ വെക്കുന്നത് നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ്. നവഗ്രഹ ദേവന്മാർക്ക് വേണ്ടി വെക്കുന്ന ധാന്യങ്ങൾ വെക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ തീർച്ചയായും ഈ നവരാത്രി സമയത്താണ് ഈ നവധാന്യങ്ങളൊക്കെ നമ്മൾ വെച്ച് പൂജിക്കേണ്ടത്. അതിനും ആർത്തിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നവരാത്രി കഴിയുന്നതും ഇതേപോലെ തന്നെ അലങ്കരിച്ച് ആഘോഷിക്കണം.
ഈ ശ്രേയപാത്രവും നവധാന്യങ്ങളും മാത്രമല്ല നവരാത്രിയിൽ വിശേഷങ്ങൾ കേട്ടോ, ഇനിയുണ്ട് ഈ 9 ദിവസത്തിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ. അതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ 9 ദിവസവും വീഡിയോ കാണണം. ഞാൻ തീർച്ചയായും നവരാത്രിയുടെ എല്ലാ അലങ്കരിച്ചതും പിന്നെ ആർത്തി കാണിക്കുന്നതും ഭജനയും എല്ലാം ഞാൻ കാണിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളെല്ലാം കാണണം കേട്ടോ. അതുപോലെ തന്നെ പറ്റുന്നവരെല്ലാവരും ഈ നവരാത്രി ആഘോഷിക്കണമെന്ന് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. രാവിലെയും സന്ധ്യാസമയത്തും തിരികൊളുത്തി പ്രാർത്ഥിക്കണം കേട്ടോ. ദേവീ സ്തോത്രങ്ങളൊക്കെ ചൊല്ലണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.